രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് വെറും 2 വർഷത്തിനുള്ളിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ച് ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടി തമിഴ്നാട് മുഖ്യമന്ത്രി കസേരയിലെത്തിയ നടൻ വിജയ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും തരംഗമാവുകയാണ്. വെറും 3.5 മാസം മാത്രം ഭരണപരിചയമുള്ള വിജയെ തമിഴ്നാട്ടിലെ ടിവിക്ക് അണികളും നേതാക്കളും അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് ഒരു ഓവർ ഹൈപ്പ് മാത്രമാണെന്ന് കരുതിയവർക്ക് ശക്തമായ മറുപടിയാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ നടത്തിയ ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലം നൽകുന്നത്. രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രി ആരാകണമെന്ന നിർണായക ചോദ്യത്തിന് പ്രതികരിച്ചവരുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും തൊട്ടു പിന്നിലായി മൂന്നാമതാണ് വിജയ് ഇടം പിടിച്ചിരിക്കുന്നത്. ഓഗസ്റ്റിൽ പുറത്തു വന്ന സർവേയിൽ 48.7% പേരും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി തുടരണമെന്നാണ് അഭിപ്രായപ്പെട്ടത്. എന്നാൽ 2026 ജനുവരിയിൽ നടന്ന സർവേയിൽ മോദിക്കുണ്ടായിരുന്ന 55% പിന്തുണയിൽ നിന്ന് 6% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 ഓഗസ്റ്റിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള സർവേയിൽ മോദിയുടെ ജനപ്രീതി 50% താഴേക്ക് എത്തുന്നതെന്നതും ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നിരയിൽ ജനപ്രീതി നിലനിർത്തിക്കൊണ്ട് 27.1% പിന്തുണയോടെ രാഹുൽ ഗാന്ധി 2ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. ജനുവരിയിലെ 27%-ൽ നിന്നും മാറ്റമൊന്നുമില്ലാതെ സ്ഥിരത പുലർത്താൻ രാഹുലിന് സാധിച്ചു എന്നത് എടുത്തു പറയണം. എന്നാൽ സർവേയിലെ ഏറ്റവും വലിയ അട്ടിമറി വിജയുടേതാണ്. 9.2% പേരാണ് തമിഴക വെற்றிക്കഴകം അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയെ അടുത്ത പ്രധാനമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്തത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മാത്രമല്ല, ദേശീയതലത്തിൽ പ്രതിപക്ഷ സഖ്യത്തെ നയിക്കാൻ അനുയോജ്യനായ നേതാവ് ആരെന്ന ചോദ്യത്തിനും 12.2% വോട്ടുകളോടെ രാഹുലിന് തൊട്ടു പിന്നിൽ രണ്ടാമതെത്താൻ വിജയ്ക്ക് സാധിച്ചു. അഴിമതിക്കെതിരെയുള്ള കർശന നിലപാടുകളും ഭരണരംഗത്തെ സുതാര്യതയും കൊണ്ട് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധ നേടാൻ വിജയ്ക്ക് കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ. ദേശീയ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുള്ള പല മുതിർന്ന നേതാക്കളെയും പിന്തള്ളിയാണ് വിജയ് 3ാം സ്ഥാനത്തെത്തിയത്. മമതാ ബാനർജിക്ക് 2% പിന്തുണയും അഖിലേഷ് യാദവിന് 1.7%, അഭിജിത് തിപ്കയ്ക്ക് 1.3%, അരവിന്ദ് കെജ്രിവാളിന് 1.2% പിന്തുണയാണുള്ളത്. യുവജന പ്രക്ഷോഭങ്ങളിലൂടെയും ജനകീയ വിഷയങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് തിപ്കെ 6ാം സ്ഥാനത്തെത്തിയതും ശ്രദ്ധേയമായ ഒരു സൂചനയാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും വർഷങ്ങൾ മുന്നിലുണ്ടെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിന്നൊരു നേതാവ് പ്രധാനമന്ത്രി പദത്തിലേക്ക് പിന്തുണ നേടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴിവെച്ചേക്കാം. ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചു തുടങ്ങിയെന്നും ഇതിൽ നിന്ന് വായിച്ചെടുക്കാം.